തെന്മല ഇക്കോ ടൂറിസവും ശെന്തുരണി വന്യജീവി സങ്കേതവും. യാത്ര ആരംഭിച്ച് തെന്മലയിലേക്ക് എത്തുമ്പോൾ തന്നെ യാത്രയുടെ ഭംഗി തുടങ്ങുകയാണ്. ഇരുവശവും പച്ചപ്പിൽ മൂടിയ കാടുകൾ, തണുത്ത കാറ്റ്, വളഞ്ഞു പുളഞ്ഞ റോഡുകൾ. പ്രകൃതി നമ്മളെ സ്വാഗതം ചെയ്യുന്ന അനുഭവമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരം എങ്ങനെ വികസിപ്പിക്കാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ സ്ഥലം. ഇവിടെ തേനീച്ചകളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഇതിനായി ഒരു പ്രത്യേക മുറി തന്നെ ഒരുക്കിയിരിക്കുന്നു. തേനിൻ്റെ മലയാണ് തെന്മല. തേനിൻ്റെ പ്യൂരിറ്റി എങ്ങനെ നോക്കാമെന്നും ഇവിടെ കാണിക്കുന്നു. ഞങ്ങളുടെ ആദ്യ അനുഭവം ഈ മനോഹരമായ കാനോപ്പി വാക്കായിരുന്നു. മരങ്ങളുടെ മുകളിലൂടെ നടന്ന് കാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. പക്ഷികളുടെ ശബ്ദവും ശുദ്ധവായുവും ചേർന്ന് മനസ്സിന് പ്രത്യേക സന്തോഷമാണ് നമുക്കെല്ലാം നൽകുന്നത്. അതിനുശേഷം ചെറിയ ട്രെക്കിംഗ് ആണ് തുടങ്ങുന്നത്. ചെറിയൊരു കാട്ടുപാതയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വലിയ പാറകളും മരവേരുകളും പ്രകൃതിയുടെ യഥാർത്ഥ മുഖം നമ്മളെ ഇവിടെ കാണിച്ചു തരും. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ റോപ്പ് ക്ലൈംബിംഗ്, നെറ്റ് ക്ലൈംബിംഗ് തുടങ്ങി നിരവധി ആക്ടിവിറ്റികളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും. വിസിറ്റിങ്ങിനാണ് 150 രൂപയാണ്, അല്ലെങ്കിൽ 450 രൂപയാണ് ടിക്കറ്റിന്. വർണ്ണ മത്സ്യങ്ങൾ നിറഞ്ഞ കുളവും സന്ദർശിച്ചു. മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോഴേക്കും ചെറിയ മഴയും എത്തി. മഴത്തുള്ളികൾ വീഴുമ്പോൾ കാടിൻ്റെ ഭംഗി ഇരട്ടിയായി. പച്ചപ്പ് മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷവുമായിരുന്നു. വളരെ നല്ലതായിരുന്നു കാണാൻ. ഇനി യാത്രയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശെന്തുരണി വന്യജീവി സങ്കേതത്തിലേക്കുള്ള വനബസ് യാത്രയാണ്. 89 രൂപയാണ്. സാധാരണ റോഡുകളല്ല, കാടിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രത്യേക യാത്ര. ബസ് യാത്ര അവസാനിക്കുന്നത് മനോഹരമായ ഡാം റിസർവോയറിൻ്റെ തീരത്താണ്. മൂടൽമഞ്ഞ് തഴുകുന്ന മലനിരകൾ, വിശാലമായ ജലാശയം, തണുത്ത കാറ്റ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ്. തെന്മലയിൽ എത്തിയാൽ ശെന്തുരണി വന്യജീവി സങ്കേതത്തിലൂടെയുള്ള ഡാം റിസർവോയറിലോട്ടുള്ള യാത്ര ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇതാണ് പ്രധാന ആകർഷകം. തെന്മലയും ശെന്തുരണിയും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലാണ്.